അമൃതവേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 28 ശനിയാഴ്ച. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ആണവ യുദ്ധം തന്നെ ഉണ്ടായേക്കാമായിരുന്നുവെന്നും ഇരു രാജ്യങ്ങളുമായുള്ള എല്ലാ കരാറുകളും റദ്ദാക്കാൻ താൻ നിർദ്ദേശം നൽകിയതിന് പിന്നാലെയാണ് യുദ്ധം അവസാനിപ്പിക്കാൻ ഇന്ത്യയും പാകിസ്ഥാനും തയ്യാറായതെന്നും വീണ്ടും അവകാശപ്പെട്ട US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഞങ്ങൾ മികച്ച ചില കാര്യങ്ങൾ ചെയ്തുവെന്നും ഇതിലും കൂടുതൽ കാര്യങ്ങൾ ചെയ്ത ഒരു പ്രസിഡന്റ് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ലെന്നും ട്രംപ് അവകാശപ്പെട്ടു. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ അടുത്ത ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. 5 ജില്ലകൾക്ക് ശനിയാഴ്ച ഓറഞ്ച് അലർട്ടും ബാക്കി ജില്ലകൾക്ക് മഞ്ഞ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകൾക്കാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് ഉള്ളത്. ഇവിടെ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. തൃശൂർ ജില്ലയിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള എല്ലാ സ്കൂളുകൾക്കും ഇന്ന് അവധി. തൃശൂർ, ഇരിങ്ങാലക്കുട, ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർമാരാണ് അവധി പ്രഖ്യാപിച്ചത്. മുല്ലപ്പെരിയാർ അണക്കെട്ട് ഇന്ന് തുറക്കാൻ സാധ്യതയെന്ന് ഇടുക്കി ജില്ലാ ഭരണകൂടം. റൂൾ കർവ് പരിധിയായ 136 അടിയിലേക്ക് ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിലാണ് മുന്നറിയിപ്പ്. പെരിയാറിന്റെ തീരത്ത് താമസിക്കുന്ന ആളുകളോട് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറാൻ ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാറി താമസിക്കുന്നവർക്ക് 20-ലധികം ക്യാമ്പുകൾ സജ്ജീകരിച്ചതായും ജില്ലാ ഭരണകൂടം അറിയിച്ചു. നിലമ്പൂരിന്റെ MLA ആയി സത്യപ്രതിജ്ഞ ചെയ്ത് കോൺഗ്രസ് നേതാവ് ആര്യാടൻ ഷൌക്കത്ത്. ദൈവനാമത്തിലാണ് ഷൌക്കത്ത് സത്യപ്രതിജ്ഞ ചെയ്തത്. മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് VD സതീശനും ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു. ആര്യാടൻ ഷൌക്കത്തിന് UDF LDF നേതാക്കൾ ആശംസകൾ നേർന്നു. ഇന്നലെ ഉച്ചതിരിഞ്ഞ് 3:30 ശേഷം നിയമസഭാ ഹാളിലായിരുന്നു ചടങ്ങ്. ജനങ്ങളുടെ കൂടെയുണ്ടാവുമെന്നും നേരത്തെ പരാജയപ്പെട്ടിട്ടും നിലമ്പൂരിൽ നിന്നും പിന്മാറാതെ നിന്നുവെന്നും ആര്യാടൻ ഷൌക്കത്ത് പറഞ്ഞു. സത്യപ്രതിജ്ഞയ്ക്ക് മുൻപ് വീട്ടിലെത്തി മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണിയെ സന്ദർശിച്ച് നിയുക്ത നിലമ്പൂർ MLA ആര്യാടൻ ഷൌക്കത്ത്. ആര്യാടൻ ഷൌക്കത്തിന് ഷോൾ അണിയിക്കുമ്പോൾ ജൂനിയർ ആര്യാടന് എന്റെ വക എന്നാണ് AK ആന്റണി പറഞ്ഞത്. ആര്യാടൻ മുഹമ്മദ് തിരിച്ചു വന്നതുപോലെ തോന്നുന്നുവെന്നും ആര്യാടനെ പോലെ ജനകീയനാകണമെന്നും ഷൌക്കത്തിന് ഉപദേശവും നൽകി. കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഇവിടെ ഇരട്ട ചങ്കൊക്കെ ഉണ്ടാകുമെന്നും പക്ഷേ മോദിയുടെ മുന്നിലെത്തുമ്പോൾ മുട്ടുവിറയ്ക്കുമെന്നും കോൺഗ്രസ് നേതാവ് KC വേണുഗോപാൽ. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണമൊക്കെ എവിടെ പോയി എന്നും എന്തിനാണ് തൃശൂർ പൂരം കലക്കിയതെന്നും തൃശൂരിൽ BJPക്ക് സീറ്റ് ഉണ്ടാക്കിക്കൊടുത്തത് ആരാണെന്നും KC വേണുഗോപാൽ ചോദിച്ചു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ആര്യാടൻ ഷൌക്കത്ത് MLAക്ക് സ്വീകരണം നൽകുന്ന പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു KC വേണുഗോപാൽ. വരുന്ന തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് M അർഹതപ്പെട്ട കൂടുതൽ സീറ്റുകൾ ഇടതുമുന്നണിയിൽ ആവശ്യപ്പെടുമെന്ന് ജോസ് കെ മാണി. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അർഹതപ്പെട്ട സീറ്റുകൾ കിട്ടാതെ പോയി. അന്ന് വളരെ വേഗത്തിലാണ് ചർച്ച നടന്നത്. അതുകൊണ്ടാണ് കൂടുതൽ സീറ്റ് കിട്ടാതിരുന്നത്. പാർട്ടിയെയും ഇടതുമുന്നണിയെയും ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം വിശദീകരിച്ചു. IHRD താൽക്കാലിക ഡയറക്ടറായുള്ള VS അച്യുതാനന്ദന്റെ മകൻ VA അരുൺകുമാറിന്റെ നിയമനത്തിൽ സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കാൻ ഹൈക്കോടതിയുടെ ഉത്തരവ്. അരുൺകുമാറിന്റെ യോഗ്യത പരിശോധിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. മുൻ മുഖ്യമന്ത്രിയുടെ മകനായതിന്റെ പേരിൽ രാഷ്ട്രീയ സ്വാധീനത്തിൽ യോഗ്യത മറികടന്ന് പദവിയിലെത്തിയോ എന്ന് അന്വേഷിക്കണമെന്നും നിർദ്ദേശമുണ്ട്. സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിൽ സൂംബ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിവാദത്തിൽ പ്രതികരണവുമായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സൂംബ ഡാൻസ് വാമിംഗ് അപ്പ് മാത്രമാണെന്നും അത് അടിച്ചേൽപ്പിക്കുന്നില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. എതിരെ പറയുന്നവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമെന്നും MV ഗോവിന്ദൻ പ്രതികരിച്ചു.
സൂംബ ഡാൻസ് സാംസ്കാരിക ബോധത്തിന് എതിരാണെങ്കിൽ ശക്തമായി പ്രതിഷേധിക്കുമെന്ന് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം. ലീഗ് വിഷയം പഠിച്ചു വരുന്നേയുള്ളൂവെന്നും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പാർട്ടി ശക്തമായി പ്രവർത്തിച്ചതിന്റെ ഫലമുണ്ടായെന്നും സലാം പറഞ്ഞു. സൂംബ പരാമർശം വിവാദമായതോടെ വിശദീകരണവുമായി സുന്നി നേതാവ് അബ്ദു സമദ് പൂക്കോട്ടൂർ. ആണും പെണ്ണും ഒരുമിച്ചാണ് ഡാൻസ് നടക്കുന്നതെന്നും കുട്ടികളെ ചെറുപ്പത്തിൽ ഇങ്ങനെ ഇടകലരാൻ അനുവദിക്കുന്നത് ശരിയല്ലെന്നും എല്ലാവരും പങ്കെടുക്കണമെന്ന് പറയുന്നത് തെറ്റാണെന്നും സൂംബ പരിശീലനം പൂർണ്ണമായി ഉപേക്ഷിക്കണമെന്നും അബ്ദു സമദ് പൂക്കോട്ടൂർ പറഞ്ഞു. സ്കൂളുകളിലെ സൂംബ ഡാൻസിനെതിരെ സമസ്ത യുവജന വിഭാഗം ഉയർത്തിയ വിമർശനത്തിൽ പ്രതികരിച്ച് മന്ത്രി R. ബിന്ദു. സൂംബ ഡാൻസിൽ എന്താണ് തെറ്റെന്ന് ചോദിച്ച മന്ത്രി കാലത്തിനനുസരിച്ച് മാറി ചിന്തിക്കാൻ എല്ലാവരും തയ്യാറാകണമെന്നും ആവശ്യപ്പെട്ടു. കുട്ടികളിൽ മാനസിക ശാരീരിക ഉല്ലാസം നൽകുന്നതാണ് സൂംബയെന്നും മന്ത്രി വിശദീകരിച്ചു. ക്യാപ്റ്റൻ മേജർ പരാമർശങ്ങൾക്ക് മറുപടിയുമായി KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. താനൊരു സാധാരണ സൈനികനാണെന്ന് KPCC പ്രസിഡന്റ് പ്രതികരിച്ചു. KPCC രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിന് ശേഷമാണ് പ്രതികരണം. നിലമ്പൂർ ഫലം ഏറെ പ്രതീക്ഷ നൽകുന്നതാണെന്നും 2026 തെരഞ്ഞെടുപ്പിലേക്കുള്ള ചൂണ്ടുപലകയാണെന്നും സണ്ണി ജോസഫ് MLA പറഞ്ഞു. ജനാധിപത്യത്തിൽ ക്യാപ്റ്റൻ എന്ന പ്രയോഗം അശ്ലീലമാണെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. രാഷ്ട്രീയത്തിൽ എന്തിനാണ് ക്യാപ്റ്റനെന്നും രാഷ്ട്രീയത്തിൽ ക്യാപ്റ്റന്മാരില്ലെന്നും രാഹുൽ പറഞ്ഞു. രാഷ്ട്രീയത്തിൽ ജനങ്ങളാണ് ക്യാപ്റ്റനെന്നും അതിന്റെ പിന്നിൽ അണിനിരക്കുന്നുവെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമാക്കി. നിലമ്പൂരിൽ UDFന് വോട്ട് കുറഞ്ഞുവെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ജമാഅത്തെ ഇസ്ലാമിയുമായി ചേർന്ന് UDF വർഗീയ പ്രചാരണം നടത്തി. UDFന് കഴിഞ്ഞ തവണത്തെ വോട്ട് കിട്ടാത്തത് ജനപിന്തുണ കുറഞ്ഞതിന്റെ തെളിവാണെന്നും ഇടതുമുന്നണിയുടെ രാഷ്ട്രീയ അടിത്തറ പോറലില്ലാതെ ശക്തിപ്പെട്ട് നിൽക്കുകയാണെന്നും MV ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. നിലമ്പൂർ മുൻ MLA PV അൻവറിനെ മുന്നണിയിലെടുക്കണമെന്ന് KPCC മുൻ അധ്യക്ഷൻ K. സുധാകരൻ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ ആവശ്യപ്പെട്ടു. എന്നാൽ അൻവറിന്റെ സഹായമില്ലാതെയാണ് നിലമ്പൂരിൽ ജയിച്ചതെന്ന് റോജി M. ജോൺ വ്യക്തമാക്കി. രാഷ്ട്രീയകാര്യ സമിതിയിൽ ഭൂരിപക്ഷം നേതാക്കളും അൻവറിനായി വാതിൽ തുറക്കേണ്ടെന്ന നിലപാടെടുത്തതോടെ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ഇക്കാര്യത്തിലെ നിലപാടിന് പാർട്ടിയിൽ കൂടുതൽ പിന്തുണ നേടാനായി. സംസ്ഥാനത്ത് വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ചെറിയ പാർട്ടികളെയും സംഘടനകളെയും ഒന്നിച്ചു നിർത്തി ഒരു മുന്നണി ഉണ്ടാക്കി മത്സരിക്കുമെന്ന് നിലമ്പൂരിലെ മുൻ MLA PV അൻവർ. തൃണമൂൽ കോൺഗ്രസ് മുന്നണിയെ നയിക്കുമെന്നും UDF പ്രവേശന വിഷയം ചർച്ച ചെയ്ത് സമയം കളയാൻ താനില്ലെന്നും തന്നോടാരും ഒരു ചർച്ചയും നടത്തിയിട്ടില്ലെന്നും അൻവർ ഇന്നലെ നിലമ്പൂരിൽ വാർത്താ സമ്മേളനത്തിൽ പ്രതികരിച്ചു. ചികിത്സയിൽ കഴിയുന്ന മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി. മകൻ VA അരുൺകുമാറാണ് ഇക്കാര്യം അറിയിച്ചത്. മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെന്നും അരുൺകുമാർ വ്യക്തമാക്കി. കൺഗ്രാചുലേഷൻസ്. മിടുക്കിയാട്ടോ. പൈലറ്റ് ആവണമെന്ന് പറയണേ. അവളുടെ ആഗ്രഹമല്ലേ, അവള് പറക്കട്ടെ. ചെലവ് എത്രയാന്ന്? KSFയുടെ പുതിയ ഹാർമണി ചുറ്റി ചേരണം. കണ്ണടച്ചു തുറക്കും മുമ്പ് അവളുടെ +2 കഴിയില്ലേ. കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം. KSFE ഹാർമണി ചിട്ടികൾ. KSFE ഹാർമണി ചുറ്റിയിൽ ചേരുന്ന 100 ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം. ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്നും സോഷ്യലിസവും മതേതരത്വവും ഒഴിവാക്കണമെന്ന് RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹോസബളയുടെ പ്രസ്താവന അപലപനീയമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഭരണഘടനയുടെ ആമുഖം പുനഃപരിശോധിക്കാനുള്ള ഈ ആഹ്വാനം ഇന്ത്യൻ റിപ്പബ്ലിക്കിനോടുള്ള വെല്ലുവിളിയാണ്. ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തെ പിന്നിൽ നിന്നും കുത്തിയ RSSന് ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ ആശയ പരിസരങ്ങളോട് അമർഷം തോന്നിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഭരണഘടന ആമുഖം പൊളിച്ചെഴുതാനുള്ള RSSന്റെ പുതിയ നീക്കത്തെ ചെറുക്കുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ഭരണഘടനയിൽ നിന്ന് സോഷ്യലിസം, മതേതരത്വം എന്നീ പദങ്ങൾ ഒഴിവാക്കണമെന്ന RSS ജനറൽ സെക്രട്ടറിയുടെ പ്രസ്താവന ഇന്ത്യ വിരുദ്ധവും RSS ചേർത്ത് പിടിക്കുന്ന ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിന്റെ ഭാഗവുമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. അവർ അതെന്നും പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്നും CPI സംസ്ഥാന സെക്രട്ടറി അഭിപ്രായപ്പെട്ടു. ജൂലൈ 1 മുതൽ ഓഗസ്റ്റ് 31 വരെ നടക്കുന്ന ഫയൽ അദാലത്തിനാവശ്യമായ വകുപ്പ് തല ക്രമീകരണങ്ങൾ അടിയന്തരമായി പൂർത്തിയാക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കെട്ടിക്കിടക്കുന്നതും തീർപ്പാക്കേണ്ടതുമായ എല്ലാ ഫയലുകളിലും വേഗം തീരുമാനമെടുക്കുകയെന്ന ലക്ഷ്യത്തോടെ നടക്കുന്ന ഫയൽ അദാലത്തുമായി ബന്ധപ്പെട്ട് ചേർന്ന വകുപ്പ് സെക്രട്ടറിമാരുടെ യോഗത്തിലാണ് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയത്. സാഹിത്യ അക്കാദമി പുരസ്കാരം CPM നേതാവ് M. സ്വരാജ് നിരസിച്ചതിന് പിന്നാലെ ഉയർന്ന വിവാദങ്ങളിൽ മറുപടിയുമായി
സാഹിത്യ അക്കാദമി സെക്രട്ടറി. എം സ്വരാജ് സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരത്തിന് വേണ്ടി പുസ്തകം അയച്ചു നൽകിയിട്ടില്ലെന്ന് അക്കാദമി സെക്രട്ടറി CP അബൂബക്കർ വിശദീകരിച്ചു. സ്വരാജ് നിരസിച്ച പുരസ്കാരം ഇത്തവണ കൊടുക്കില്ലെന്നും രണ്ടാം സ്ഥാനക്കാരന് കൊടുക്കുന്നതിൽ അർത്ഥമില്ലെന്നും അദ്ദേഹം വിശദീകരിച്ചു. ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി ഇറാനിലെയും ഇസ്രായേലിലെയും സംഘർഷ മേഖലയിൽ നിന്ന് ജൂൺ 18 മുതൽ 26 വരെ സംസ്ഥാന സർക്കാരിന്റെ കരുതലിൽ നാട്ടിലെത്തിയത് 67 പേർ. ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ആരംഭിച്ച ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി മടങ്ങിയെത്തുന്ന കേരളീയർക്ക് ആവശ്യമായ സൌകര്യങ്ങൾ ഒരുക്കണമെന്ന് സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ ദില്ലി കേരള ഹൌസിലെ റെസിഡന്റ് കമ്മീഷണർക്ക് ജൂൺ 18 നിർദ്ദേശം നൽകിയിരുന്നു. KSRTCക്ക് സർക്കാർ സഹായമായി ഈ മാസം 122 കോടി രൂപ കൂടി അനുവദിച്ചതായി ധനകാര്യമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. പെൻഷൻ വിതരണത്തിനായി 72 കോടി രൂപയും മറ്റു കാര്യങ്ങൾക്കുള്ള സാമ്പത്തിക സഹായമായി 50 കോടി രൂപയുമാണ് അനുവദിച്ചത്. ഈ സർക്കാരിന്റെ കാലത്ത് 6523 കോടി രൂപയാണ് KSRTCക്ക് സർക്കാർ സഹായമായി ലഭിച്ചത്. എറണാകുളത്ത് ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചു. കാലടി മലയാറ്റൂർ നീലേശ്വരം പഞ്ചായത്തിൽ പാണ്ഡ്യം ചിറയിലാണ് പന്നികൾക്ക് ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചത്. സ്വകാര്യ വ്യക്തിയുടെ പന്നി ഫാമിലാണ് ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചത്. ഫാമിലെ 34 പന്നികളെ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഇന്നലെ ഉച്ചയോടെ കൊന്ന് സംസ്കരിച്ചു. പന്നി ഫാമിന് ചുറ്റുമുള്ള 1 കിലോമീറ്റർ പ്രദേശം രോഗബാധിത പ്രദേശമായും 10 കിലോമീറ്റർ ചുറ്റളവ് രോഗനിരീക്ഷണ മേഖലയായും പ്രഖ്യാപിച്ച് കളക്ടർ ഉത്തരവിട്ടു. ESI പദ്ധതിയിൽ അംഗമാകാനുള്ള ശമ്പള പരിധി 21,000 രൂപയായി തുടരുന്നതിൽ മാറ്റം വരുത്തുന്നതിനെക്കുറിച്ച് പഠിക്കാൻ സമിതിയെ വയ്ക്കുന്നു. വെള്ളിയാഴ്ച ഷിംലയിൽ നടന്ന എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ യോഗത്തിൽ കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യയാണ് ഇക്കാര്യം അറിയിച്ചത്. എന്നാൽ തീരുമാനമെടുക്കുന്നതിന് പകരം പഠിക്കാൻ സമിതിയെ വയ്ക്കാമെന്ന മന്ത്രിയുടെ പ്രസ്താവനയിൽ തൊഴിലാളി യൂണിയനുകൾ അതൃപ്തി അറിയിച്ചു. ഒഡീഷയിലെ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ രഥയാത്ര ഉത്സവത്തിനിടെ തിക്കിലും തിരക്കിലും പെട്ട് 550ഓളം പേർക്ക് പരിക്കേറ്റതായി റിപ്പോർട്ട്. ഇവരെ ചികിത്സയ്ക്കായി ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചതായും ഇതിൽ 8 പേരുടെ നില ഗുരുതരമാണെന്നും റിപ്പോർട്ടുകളുണ്ട്. കർണാടകയിലെ വിജയപുര ജില്ലയിലെ കനറ ബാങ്കിന്റെ മനഗുളി ബ്രാഞ്ചിൽ നിന്ന് 59 കിലോഗ്രാം സ്വർണ്ണാഭരണങ്ങളും 5 ലക്ഷത്തിൽ പരം രൂപയും കവർച്ച നടത്തിയ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ബാങ്കിന്റെ സീനിയർ മാനേജറായ വിജയകുമാർ മോഹനര മിറിയല, കൂട്ടാളികളായ ജനതാ കോളനി സ്വദേശി ചന്ദ്രശേഖർ കൊട്ടിലിംഗ നേരല്ല, ഹുബളി ചാലൂക്യ നഗർ സ്വദേശി സുനിൽ നരസിംഹലു മൊക എന്നിവരെയാണ് വിജയപുര പോലീസ് അറസ്റ്റ് ചെയ്തത്. മായം കലർന്ന ഡീസലടിച്ച മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവിന്റെ വാഹനവ്യൂഹത്തിലെ 19 വാഹനങ്ങൾ ഒരുമിച്ച് തകരാറിലായി വഴിയിൽ കിടന്നു. ഡീസൽ നിറച്ച മധ്യപ്രദേശിലെ രത്ലം ജില്ലയിലെ പെട്രോൾ പമ്പിലെ ഡീസലിൽ വെള്ളത്തിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചു. പമ്പ് അടപ്പിച്ചു. പമ്പ് ഉടമയുടെയും മാനേജറുടെയും പേരിൽ കേസെടുത്തു. അതേസമയം കനത്ത മഴയിൽ രത്ലം ദോസിഗാവ് പ്രദേശത്തെ പെട്രോൾ പമ്പിന്റെ ഡീസൽ ടാങ്കിലേക്ക് വെള്ളം കയറിയെന്ന് രത്ലം സപ്ലൈ ഓഫീസർ സ്ഥിരീകരിച്ചു. ജോയ് ഓഫ് ജ്വല്ലറി ഷോപ്പിംഗ്. ബിഗസ്റ്റ് ജോയ് ഓഫ് ജ്വല്ലറി ഷോപ്പിംഗ് ഇത് ആരംഭിക്കുന്നു. എല്ലാ ആഭരണങ്ങളിലും നേടൂ പണിക്കൂലിയിൽ 50% വരെ ഫ്ലാറ്റ് ഡിസ്കൗണ്ട്. ഗോൾഡ്, ഡയമണ്ട്, പോൾക്കി, പ്രഷ്യസ് സ്റ്റോൺസ് ആഭരണങ്ങളുടെ ബിഗസ്റ്റ് ആൻഡ് ബെസ്റ്റ് ചോയ്സ്. ജ്വല്ലറി ഷോപ്പിംഗിന്റെ യഥാർത്ഥ ആനന്ദം അനുഭവിച്ചറിയൂ. Joy Alucas, world's favorite jeweler. ഇന്ത്യയിലെ മികച്ച ദേശീയ ഉദ്യാനമായി ഇരവികുളം ദേശീയ ഉദ്യാനത്തെ തിരഞ്ഞെടുത്തു. കേന്ദ്ര വനം, പരിസ്ഥിതി, കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയത്തിന്റെ 2020-25 മാനേജ്മെന്റ് എഫക്റ്റീവ്നെസ് ഇവാലുവേഷൻ റിപ്പോർട്ടുകൾ പ്രകാരമാണിത്. 92.97% മാർക്ക് നേടി ജമ്മു കാശ്മീരിലെ ഡെച്ചി ഗാം ദേശീയ ഉദ്യാനത്തിനൊപ്പം 1ാം സ്ഥാനമാണ് ഇരവികുളം കരസ്ഥമാക്കിയത്. ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്ന് സമത്വവും മതേതരത്വവും ഒഴിവാക്കണമെന്ന RSS നേതാവ് ദത്താത്രേയ ഹൊസബാളയുടെ പ്രസ്താവനയെ പിന്തുണച്ച് BJP. ഭരണഘടനയുടെ 42ാം ഭേദഗതി അംബേദ്കർ വിഭാവനം ചെയ്തതിന് എതിരാണെന്ന് അമിത് മാളവ്യ എക്സിൽ കുറിച്ചു. മദ്രാസ് IITയിൽ 20കാരിക്ക് നേരെ ലൈംഗിക അതിക്രമം. കഴിഞ്ഞ ദിവസം രാത്രി 7:30യോടെയാണ് സംഭവം. ക്യാമ്പസിലൂടെ തനിച്ച് നടക്കുകയായിരുന്ന യുവതിയുടെ മുടിയിൽ പിടിച്ച് വീഴ്ത്തിയതിനു ശേഷം ലൈംഗികമായി ഉപദ്രവിക്കുകയായിരുന്നു. പ്രതിയെ റിമാൻഡ് ചെയ്തു. യുവതിക്ക് ആവശ്യമായ മാനസിക പിന്തുണയും നിയമസഹായവും നൽകുന്നുണ്ടെന്ന് IIT വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. കൊൽക്കത്തയിൽ ലോ കോളേജിനകത്ത് നിയമവിദ്യാർത്ഥിനി കൂട്ടബലാത്സംഗത്തിനിരയായ സംഭവത്തിൽ 3 പേർ അറസ്റ്റിൽ.
കോളേജിലെ 2 വിദ്യാർത്ഥികളും ഒരു പൂർവ്വ വിദ്യാർത്ഥിയുമാണ് അറസ്റ്റിലായത്. പിടിയിലായവരിൽ ഒരാൾ തൃണമൂൽ കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടനയുടെ മുൻ നേതാവാണ്. മമതാ ബാനർജി കുറ്റവാളികളെ സംരക്ഷിക്കുകയാണെന്ന് BJP കുറ്റപ്പെടുത്തി. ഗാസയിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ വ്യോമാക്രമണത്തിലും വെടിവയ്പിലും വെള്ളിയാഴ്ച 62 പേർ മരിച്ചു. ഇവരിൽ 10 പേർ ആഹാരത്തിനായി കാത്തുനിന്നവരാണ്. സംഭവം പരിശോധിക്കുകയാണെന്ന് സൈന്യം പറഞ്ഞു. ഗാസയിൽ വെടിനിർത്തലിന് ഇസ്രായേലിനുമേൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമ്മർദ്ദം. വിശദമായ വെടിനിർത്തൽ കരാർ വൈകാതെ ഉണ്ടായേക്കുമെന്ന് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഗാസയുടെ ഭരണം 4 അറബ് രാജ്യങ്ങളുടെ മേൽനോട്ടത്തിലാക്കുക എന്ന നിർദ്ദേശം പരിഗണനയിലുണ്ട്. അഴിമതി കേസിൽ മൊഴി നൽകാനായി ഹാജരാകുന്നതിന് 2 ആഴ്ചത്തെ അവധി നൽകണമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ അഭ്യർത്ഥന ജെറുസലേം ജില്ലാ കോടതി തള്ളിക്കളഞ്ഞു. നെതന്യാഹുവിന്റെ പേരിലുള്ള കേസ് റദ്ദാക്കണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് നടപടി. US-ൽ ജന്മാവകാശ പൌരത്വത്തിന് നിബന്ധനകൾ വയ്ക്കാനുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനത്തിൽ ഇടപെടാൻ ഫെഡറൽ ജഡ്ജിമാർക്ക് അധികാരമില്ലെന്ന് സുപ്രീം കോടതി വിധിച്ചു. പ്രസിഡന്റിന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവുകൾ തടയാൻ ജഡ്ജിമാർക്ക് അധികാരമില്ലെന്നും വിധിയിൽ പറയുന്നു. മാതാപിതാക്കളിൽ ഒരാൾക്കെങ്കിലും US പൌരത്വം ഉണ്ടാകണമെന്നും അല്ലെങ്കിൽ സ്ഥിരതാമസത്തിന് നിയമപരമായ അനുമതി ഉണ്ടാകണമെന്നായിരുന്നു നിബന്ധന. അങ്ങനെയല്ലാത്തവർക്ക് US-ൽ പിറക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ജന്മാവകാശ പൌരത്വം ഉണ്ടാവില്ല എന്നാണ് ട്രംപ് ഉത്തരവിട്ടത്. ഇംഗ്ലണ്ട് അണ്ടർ-19 ടീമിനെതിരായ ആദ്യ ഏകദിനത്തിൽ ഇന്ത്യ അണ്ടർ-19 ടീമിന് മിന്നും ജയം. 175 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 26 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യത്തിലെത്തി. 19 പന്തിൽ 48 റൺസെടുത്ത വൈഭവ് സൂര്യവംശി, 45 റൺസെടുത്ത അഭിഗ്യാൻ കുന്ദ് എന്നിവരുടെ മികവിലാണ് ഇന്ത്യ വിജയിച്ചത്. നേരത്തെ ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ഇംഗ്ലണ്ട് 42.2 ഓവറിൽ 174 റൺസിന് എല്ലാവരും പുറത്തായിരുന്നു. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.